നമസ്കാരം. ലോകത്തെ വീണ്ടും യുദ്ധഭീതിയുടെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇറാൻ വിഷയത്തിന് ശേഷം ക്യൂബയെ ഏറ്റെടുക്കുമെന്ന വിവാദ പ്രസ്താവനയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. വെസ്റ്റ് പാം ബീച്ചിലെ ക്രാവിസ് സെന്ററിൽ നടന്ന ചടങ്ങിലാണ് ട്രംപ് തന്റെ വിദേശ നയത്തിന്റെ അടുത്ത ലക്ഷ്യം ക്യൂബയാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചത്. അമേരിക്കൻ ഉപരോധങ്ങളും ആഭ്യന്തര പ്രതിസന്ധികളും മൂലം നട്ടം തിരിയുന്ന ക്യൂബയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഈ പ്രസ്താവന. ഇറാനിലെ സൈനിക ഇടപെടലുകൾക്ക് ശേഷം മടങ്ങിവരുന്ന വഴിയിൽ ക്യൂബയെ പിടിച്ചെടുക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. USS എബ്രഹാം ലിങ്കൺ പോലുള്ള പടുകൂറ്റൻ യുദ്ധക്കപ്പലുകൾ ക്യൂബൻ തീരത്ത് നിന്നും 100 വാര അകലെ നങ്കൂരമിട്ടാൽ അവർ കീഴടങ്ങുമെന്നും ട്രംപ് അവകാശപ്പെടുന്നു. ഇത് വെറുമൊരു തമാശയല്ല എന്നും മറിച്ചൊരു വ്യക്തമായ സന്ദേശമാണ് എന്നുമാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. നേരത്തെ ക്യൂബ അടുത്ത ലക്ഷ്യമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇത്തരം കൃത്യമായൊരു പശ്ചാത്തലം ട്രംപ് ആദ്യമായാണ് വിശദീകരിക്കുന്നത്. നിലവിലെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ചയിലൂടെയാണ് ക്യൂബ കടന്നുപോകുന്നത്. രാജ്യത്തുടനീളം നീണ്ടു നിൽക്കുന്ന പവർ കട്ടുകളും ഇന്ധനക്ഷാമവും ജനജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണ്. വെനസ്വേലിയൻ മുൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയുടെ അറസ്റ്റിന് ശേഷം അമേരിക്ക ഏർപ്പെടുത്തിയ എണ്ണ ഉപരോധമാണ് ക്യൂബയെ പ്രതിസന്ധിയിലാക്കിയത്. രാജ്യത്തെ ഈ ബലഹീനത മുതലെടുക്കാനാണ് ട്രംപിന്റെ നീക്കം. ക്യൂബൻ സർക്കാരിനെ അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് അസാധാരണമായ ഭീഷണി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ട്രംപ് എക്സിക്യൂട്ടീവ് ഉത്തരവിലും ഒപ്പിട്ടിരുന്നു. ക്യൂബയിലെ ഊർജം, ഖനനം, ധനകാര്യം എന്നീ മേഖലകളിലെ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമേൽ കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിദേശ ശക്തികളുമായുള്ള ക്യൂബയുടെ സഖ്യവും രാജ്യത്തെ അഴിമതിയും അടിച്ചമർത്തലുമാണ് ഉപരോധത്തിന് കാരണമായി വൈറ്റ് ഹൗസ് ചൂണ്ടിക്കാട്ടുന്നത്. ട്രംപിന്റെ സൈനിക മോഹങ്ങൾക്ക് തടയിടാൻ അമേരിക്കൻ സെനറ്റിൽ നടന്ന നീക്കങ്ങൾ പരാജയപ്പെട്ടത് ഭരണകൂടത്തിന് വലിയ ആത്മവിശ്വാസവും നൽകുന്നുണ്ട്. കോൺഗ്രസിന് അനുമതിയില്ലാതെ ക്യൂബയ്ക്കെതിരായ സൈനിക നടപടി പാടില്ലെന്ന പ്രമേയം 51-47 എന്ന വോട്ടിന് സെനറ്റ് തള്ളി. റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങളുടെ പിന്തുണ ട്രംപിന് ലഭിച്ചതോടെ ക്യൂബൻ വിഷയത്തിൽ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചേക്കും. അതേസമയം അമേരിക്കയുടെ ഭീഷണികൾക്ക് വഴങ്ങില്ലെന്ന് ഉറച്ച നിലപാടിലാണ് ക്യൂബൻ നേതൃത്വം. സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിയിൽ വിട്ടുവീഴ്ചയില്ലെന്ന് പ്രസിഡന്റ് മിഗ്വേൽ ഡയസ് കനാൽ വ്യക്തമാക്കി. സ്വന്തം നാട്ടിലെ ജനങ്ങളെ അടിച്ചമർത്തുന്ന അമേരിക്ക മറ്റു രാജ്യങ്ങളെ ശിക്ഷിക്കാൻ നോക്കുകയാണെന്ന് വിദേശകാര്യമന്ത്രി ബ്രൂണോ റോഡ്രിഗസ് പരിഹസിച്ചു. അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ തങ്ങളുടെ ജനത പോരാടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രസംഗത്തിനിടെ 2020 തെരഞ്ഞെടുപ്പിൽ താനാണ് വിജയിച്ചതെന്ന് തന്റെ പഴയ വാദം ട്രംപ് ആവർത്തിച്ചു. 3 തവണ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നത് അസാധ്യമായ കാര്യമാണെന്നും താനത് ചെയ്തുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഇത്തരം പ്രസ്താവനകളിലൂടെ തന്റെ അനുയായികളെ ആവേശം കൊള്ളിക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. ഫ്ലോറിഡയിലെ വികസന കാര്യങ്ങളിലും ട്രംപ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. പാം ബീച്ച് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പേര് പ്രസിഡന്റ് ഡൊണാൾഡ് ജെ ട്രംപ് ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് മാറ്റാൻ ഗവർണർ റോൺ ഡിസാസിന്റെ അനുമതി നൽകിയിരുന്നു. ഇത് രാജ്യത്തെ ഏറ്റവും മികച്ച വിമാനത്താവളമാക്കി മാറ്റുമെന്നാണ് അദ്ദേഹത്തിന്റെ വാഗ്ദാനം. വൈറ്റ് ഹൗസ് കറസ്പോണ്ടൻസ് ഡിന്നറിനിടെ ഉണ്ടായ വധശ്രമത്തിന് ശേഷം ട്രംപ് പങ്കെടുത്ത ആദ്യത്തെ പ്രധാന പൊതുപരിപാടിയായിരുന്നു ഇത്. കോൾ തോമസ് അല്ലൻ എന്നയാളിനെ സംഭവവുമായി ബന്ധപ്പെട്ട് പിടികൂടിയിരുന്നു. കനത്ത സുരക്ഷാ വലയത്തിലായിരുന്നു ട്രംപിന്റെ പ്രസംഗം. മെക്സിക്കോ ഉൾക്കടലിന്റെ പേര് ഗൾഫ് ഓഫ് ട്രംപ് എന്ന് മാറ്റാൻ ആലോചിച്ചിരുന്നു എന്ന അദ്ദേഹത്തിന്റെ പരാമർശം സദസ്സിൽ ചിരി പടർത്തുകയും ചെയ്തു.